അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സ്നേഹം നിറഞ്ഞ പ്രൊഫഷണൽ വിദ്യാർത്ഥിനികളെ, അനുജന്മാരെ, അനിയത്തിമാരെ, അൽഹംദുലില്ലാഹ് പ്രൊഫ്കോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. 29th പ്രൊഫ്കോൺ, 29ാമത് പ്രൊഫ്കോണിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ 29 വർഷങ്ങൾ. ആദ്യത്തെ പ്രൊഫ്കോണിൻ്റെ സമയത്ത് എനിക്ക് പ്രായം 3 വയസ്സാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി ആയി ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് പ്രൊഫ്കോൺ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മൂവാറ്റുപുഴ ഇലാഹിയ ക്യാമ്പസിൽ വെച്ച് നടന്ന ആ ഒരു പ്രൊഫ്കോണാണ് ജീവിതത്തിൽ വലിയ വെളിച്ചം നൽകിയ, ഒരുപാട് കാഴ്ചപ്പാടുകൾ നൽകിയ ഒരു പ്രൊഫ്കോണായിരുന്നു അത്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ഫസ്റ്റ് പ്രൊഫ്കോൺ എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സൈറ്റിംഗ് അനുഭവമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രൊഫ്കോണിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മുടെ കൺമുമ്പിൽ വലിയൊരു ചരിത്രമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രൊഫ്കോണിലൂടെ, അതിൻ്റെ ഓരോ എഡിഷനുകളിലൂടെ. അപ്പം അതിൻ്റെ മുൻ എഡിഷനുകളിൽ വളരെ സജീവമായി ക്രിയാത്മകമായി ഇടപെട്ടിട്ടുള്ള ഇതിൻ്റെ സംഘാടന രംഗത്ത് പ്രൊഫ്കോൺ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക്, രൂപത്തിലേക്ക് വളർന്നു വരുന്നതിൽ വലിയ സർവീസ് നൽകിയിട്ടുള്ള ബഹുമാനായ വ്യക്തിത്വം കൂടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ള താജുദ്ദീൻ സ്വലാഹി. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. ആദ്യമായി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പ്രൊഫ്കോണിൻ്റെ ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ അതിൽ നല്ലൊരു സമയത്ത് കാര്യമായി ഇടപെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്ന് പ്രൊഫ്കോൺ എത്തി നിൽക്കുന്ന ഈ ഒരു മൊമെന്റ് എങ്ങനെ വിലയിരുത്തുന്നു? കഴിഞ്ഞ കാലത്ത് പ്രൊഫ്കോണിൻ്റെ മാറ്റവും വളർച്ചയും എല്ലാം എങ്ങനെ നോക്കിക്കാണും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. രണ്ട് കാര്യങ്ങൾ ഞാൻ സദസ്സിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഞങ്ങളെ ഓഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നുള്ളതാണ്. ബാക്കിൽ ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, 52 മിനിറ്റും 24 സെക്കൻഡും സെൽഫോൺ യൂസ് ചെയ്യാതെ സെൽഫോണിനൊരു ഡയറ്റ് കൊടുത്ത് ഇരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചൊരു ശ്രമം നടത്തുകയാണെങ്കിൽ ഈ സെഷനിൽ നമുക്ക് ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നമ്മൾ വന്ന ആളുകളും വരാത്ത ആളുകളും ഒരുപോലെ ആകാൻ പാടില്ല എന്നാണ്. ഇവിടെ വന്ന ആളുകളും വരാത്ത ആളുകളും ഒരുപോലെ ആകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഫോണൊന്ന് പോക്കറ്റിലേക്ക് ഇട്ട് സ്ക്രീനുമായിട്ടുള്ള എല്ലാ കണക്ഷൻസും അവസാനിപ്പിച്ച് നിങ്ങൾ ഈ സെഷനുകൾ കേൾക്കുകയാണെങ്കിൽ അതിന് വലിയ കാര്യം ഉണ്ടാവും. ഞാൻ അങ്ങനെ പറയാൻ കാരണം, അസ്ഹർ എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചത്, അസ്ഹറിൻ്റെ ഒരു പ്രൊഫ്കോൺ എക്സ്പീരിയൻസ് പറഞ്ഞു. നമുക്കൊക്കെ പ്രൊഫ്കോണിലൂടെ നമ്മൾ പ്രൊഫഷണൽ രംഗത്തെ ആളുകളല്ലെങ്കിലും ഇതിൻ്റെ സംഘാടകരായും ഇതിലെ വിഷയാവതാരകരായും ഒക്കെ പ്രൊഫ്കോണിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ ആളുകളാണ്. അപ്പം ഈ സെൽഫോൺ ഉള്ള കാലവും സെൽഫോൺ ഇല്ലാത്ത കാലവും തമ്മിലുള്ള പ്രൊഫ്കോണുകൾക്ക് വലിയ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. അതിലുണ്ടാകുന്ന ചേഞ്ചസും അതിലുണ്ടാകുന്ന തീരുമാനങ്ങൾക്കൊക്കെ വലിയൊരു ദൂരം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി 51 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഗേൾസ് ആൻഡ് ബോയ്സ് എവറി വൺ, ഫോണ് നിങ്ങൾക്ക് തൊടാൻ കിട്ടാത്ത സ്ഥലത്ത് വെക്കണം. ഇല്ലെങ്കിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ഫോണിലേക്ക് പോകും. എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഫോണിലാണ് വെച്ചത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇത് നോട്ട് ചെയ്ത് വരേണ്ടിയിരുന്നു. കുറച്ചും കൂടി പേപ്പറിലേക്ക് നോട്ട് ചെയ്തിരുന്നെങ്കിൽ ഫോണിനെ മാറ്റി വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. പരമാവധി ഫോണില്ലാതെ പോകാൻ ഞാനും തീരുമാനിക്കുകയാണ്. പരമാവധി ഫോണില്ലാതെ പോകാൻ ഇപ്പം എൻ്റെ 2 പോയിന്റ് കുറഞ്ഞാലും വേണ്ടില്ല എന്നുള്ളൊരു തീരുമാനം ഞാനും എടുക്കുകയാണ്. തീർച്ചയായും വ്യക്തിയുടെ മാറ്റം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളൊരു തൗഫീഖും കൂടിയാണ്. വ്യക്തിയുടെ പരിവർത്തനം എന്ന് പറയുന്നത് പടച്ചോൻ്റെ അടുത്ത് നിന്നുള്ളൊരു തൗഫീഖും കൂടിയാണ്. ഞാൻ കഴിഞ്ഞ പ്രൊഫ്കോണിൽ അനുസ്മരിച്ച ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
ഈ ഒരു പോയിന്റ് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. യൂറോപ്പിലെ ഒരു തെരുവിൽ ഒരു നീഗ്രോ വംശജനായ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ ഭക്ഷണം യാചിച്ച് നിൽക്കുകയാണ്, ഭക്ഷണം ചോദിച്ച് നിൽക്കുകയാണ്. അയാളുടെ മുന്നിലൂടെ കുറേ അധികം ആളുകൾ കടന്നു പോകുന്നുണ്ട്. ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യണില്ല. അവസാനം ഒരു മനുഷ്യൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് വിശപ്പൊക്കെ മാറിയപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തേ എനിക്ക് ഫുഡ് തന്നു, നിങ്ങൾ എന്തേ എൻ്റെ വിശപ്പിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് ഭക്ഷണം ആവശ്യമുള്ള ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കൽ എനിക്ക് വാജിബാണ്. അതെൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, അതെൻ്റെ ഖുർആൻ പറഞ്ഞതാണ്. വിശക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പഠിപ്പിച്ച ആ വേദഗ്രന്ഥം ഏതാണ്, ആ പ്രവാചകൻ ഏതാണെന്ന് അയാൾ അന്വേഷിച്ചു. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ എൻ്റെ ഖുതുബയിൽ ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ കമന്റിന്റെ താഴെ ഒരാൾ വന്ന് കമന്റ് ചെയ്തത്, ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഇത് എന്നോട് പങ്കുവെച്ച എൻ്റെ ബ്രദർ നൂറുദ്ദീൻ സലാഹി, അതിൻ്റെ താഴെട്ടൊരു കമന്റ് ഉണ്ട്. ഈ മനുഷ്യൻ പിന്നീട് യൂറോപ്പിൽ നിന്ന് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വന്ന് അവിടെ പഠിച്ച് ഒരു സ്കോളറായി, അവിടെ അധ്യാപകനായി, അതായത് എൻ്റെ ബ്രദർ പഠിക്കണ ക്ലാസ് റൂമിൽ പഠിച്ച് അവിടെ അധ്യാപകനായി ഇസ്ലാമികമായ ബുക്സൊക്കെ എഴുതിയ ആളാണെന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൂടി ആ കമന്റ് ബോക്സിൽ ഇട്ടത് കാണാൻ പറ്റും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഇത് കൊണ്ടുവന്നത്, ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ മാറാം, ഏത് ലെവൽ വരെ എത്താം, മാറാൻ പക്ഷെ തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കുറേ കമന്റ്സ് എഴുതി തന്നിട്ടുണ്ട്. അവരുടെ ലൈഫിലുള്ള സീക്രട്ട് ലൈഫിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ പാരൻസുമായിട്ടുള്ള ഇഷ്യൂസ്, അവർ നേരിടുന്ന കുറെ വ്യക്തിഗതമായി നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ശക്തമായ തീരുമാനമാണ്. ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, സാധാരണ പ്രഫ്കോണുകളിലൊക്കെ നേരത്തെ നമ്മൾ ഗേറ്റിൽ കുറച്ച് ആളുകൾ വെയിറ്റ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളെയും, ഇന്നത്തെ പോലെ ഒന്നല്ല, ഓരോ കുട്ടികളെയും ക്യാമ്പസിൽ പോയി അവരുടെ ഹോസ്റ്റലിൽ പോയി സംസാരിച്ച് വിളിച്ചിറക്കി കൊണ്ടുവരാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം അവിടെ വന്ന് ഡ്രഗ്സ് ഒന്നും ഇത്ര വ്യാപകമല്ലാത്ത കാലാണെങ്കിൽ പോലും അത്തരം കുട്ടികളൊക്കെ അവിടെ വരുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. പുറത്തു പോകുന്ന ആളുകളെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. ഈ വാരി എല്ലില്ല, അതിൻ്റെ അതിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോഴാണ് പലതും കിട്ടുക. എനിക്കറിയാം, ഒരു കുട്ടി പുറത്തു പോകുമ്പോൾ നമ്മൾ അവനോട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ഒരു 5000-6000 ആളിരിക്കുന്ന സദസ്സാണ്, ഇതിൽ കുറേ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് നിങ്ങളിത് നിർത്തിയാൽ എന്നും നിങ്ങളിത് നിർത്തും. അല്ല, ഞാനാകെ നിലത്ത് വീഴും, ഉരുണ്ടു പോകും. അപ്പം എല്ലാവർക്കും മനസ്സിലാകും, ഇന്ന് നിങ്ങളെ നിലത്ത് വീഴില്ല, നിങ്ങൾ ഉരുണ്ടു പോകില്ല, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ പോയിരുന്നോളി എന്ന് പറഞ്ഞു. ഞാൻ വളരെ ഇമോഷണലായി ഓർക്കുകയാണ്, വളരെ വൈകാരികമായി ഓർക്കുകയാണ്. അങ്ങനെ നിങ്ങളങ്ങനെ ബസ് കയറ്റി വിടുന്ന സമയം ഈ പ്രഫ്കോണിന് വന്ന ഓരോ കുട്ടിയെയും യാത്രയാക്കുന്ന സമയം എന്ന് പറയുന്നത് നീണ്ട മാസങ്ങൾ ഇതിന് കഠിനാധ്വാനം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ വല്ലാത്തൊരു മൊമെന്റാണ്. ആ ഒരു മൊമെന്റിൽ അവനിങ്ങനെ വന്ന് ചേർത്ത് പിടിച്ചിട്ട് തോളിൽ കിടന്ന് കരയണത് ഞാൻ ഓർക്കുകയാണ്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്റ്റായ വ്യക്തിക്ക് ആ അഡിക്ഷനിൽ നിന്ന് സമ്പൂർണ്ണമായി പോരണമെങ്കിൽ മെഡിക്കേഷനൊക്കെ ആവശ്യമുണ്ട്, ഒരു സംശയമല്ല. അവന് മെന്റലി അവൻ അതിന്ന് പോന്നിട്ടുണ്ട്, ഇനി ഫിസിക്കലി അവൻ അതിന്ന് പോരണം. അത്ര അത്ഭുതകരമായ മാറ്റങ്ങൾ. ഇതിന്റെ മുഖ്യ സംഘാടകരായി നടക്കുന്ന ഒരാളെ എനിക്കറിയാം, ഈ സമ്മേളന നഗരിയിൽ ഇപ്പോഴുള്ള ഒരാളെ എനിക്കറിയാം. അയാൾ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കാൻ വന്നതാണ് ബീച്ചിൽ പോയിട്ട്. പക്ഷേ ബസ് ഇറങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ പ്രമുഖനായ നമ്മുടെ ഒരു പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഇരുന്ന് കേട്ടു. എന്നോടാണ് പറയണതെന്ന് തോന്നി, അവിടെ ഇരുന്നു തീരുമാനാക്കി. അതുകൊണ്ട് ഞാൻ പറയണേ, ഇത് വലിയ പരിവർത്തനങ്ങൾക്ക് ഒന്നുമല്ലാതെ മാറേണ്ടിയിരുന്ന കരിയറും അക്കാഡമിക്സും ഒക്കെ അടിപൊളിയായി NIT-കളിലേക്കും IIT-കളിലേക്കും വലിയ ലെവലിലേക്ക് റീപ്ലേസ് ചെയ്യാൻ ആളുകൾക്ക് പ്രചോദനമായ സെഷനുകളാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ 1-2 അനുഭവങ്ങൾ പങ്കുവെച്ചെന്ന് മാത്രം. നമുക്കിതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് പോകാം.